ഹലോ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ജപ്പാൻകാരെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ എനിക്ക് അവരെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സുഖമില്ല. എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ജാപ്പനീസിൻ്റെ എന്തെങ്കിലും വീഡിയോസോ അവരുടെ ഡ്രാമാസോ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അവരുടെ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിനിമൽ ആയിട്ടായിരിക്കും അവർ സംഭവമൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട് താനും. പക്ഷെ അവരൊരിക്കലും അവരുടെ സ്പേസ് ക്ലട്ടറായിട്ട് വെക്കില്ല. എപ്പോഴും ക്ലട്ടർ ഫ്രീ ആയിരിക്കും. അങ്ങനെ നല്ല ഒരു മിനിമലായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചല്ലേ. നമ്മുടെ വീടുകളിലും സ്ഥലങ്ങളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോകുമ്പോൾ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടും. അങ്ങനെ എൻ്റെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും കബോർഡിലൊക്കെ കുത്തി കയറ്റിയിട്ട് ഒരു അടുക്കും ചിട്ടയിലാണ്ട് വെക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ വീടുണ്ടല്ലോ എപ്പോഴും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ വീടിന് ശ്വാസം വിടുന്ന രീതിയിൽ പറ്റുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവർ ഫോളോ ചെയ്യുന്നത്. നമുക്ക് 5 കാര്യങ്ങൾ എന്താണെന്നൊന്ന് നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇച്ചിഗോ ഇച്ചി എൻട്രി റൂൾ. അതായത് നമ്മൾ വീട്ടിലോട്ടേക്ക് കയറി വരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് അവർ ഭയങ്കര ഒരു സേക്രഡ് പ്ലേസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു പെയർ ഷൂസാണ് വെളിയിൽ അവർ വെക്കത്തുള്ളൂ. അതായത് അവർക്ക് ഒരു ഷൂസ് ഉണ്ടെന്നല്ല, അവർക്ക് ചിലപ്പോൾ ഒരു 10-15 ഷൂസൊക്കെ കാണുമായിരിക്കും. പക്ഷേ അറ്റ് എ ടൈം അവരുടെ ഒരു പെയർ ഷൂസ് മാത്രമാണ് വെളിയിൽ അവർ വെക്കുള്ളൂ. ബാക്കിയൊക്കെ അവർ കബോർഡിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആവശ്യാനുസരണം അവർ പുറത്തോട്ടേക്ക് ആക്കും. പക്ഷെ ഞാനപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു എൻ്റെ ഷൂറാക്കിലോട്ടേക്ക്. അവിടെ ഷൂറാക്ക് കവിഞ്ഞ് ഒഴുകുകയാണ്. എന്നിട്ട് ഓരോ ഷൂസിൻ്റെ മേലെയാണ് ഞാൻ വേറെ ഷൂസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു എൻട്രി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നാരോ ആണ്. അതുകൊണ്ട് അവിടെ ഓൾറെഡി ഒരു ചെറിയ ഷൂറാക്ക് ഉണ്ട്. വേറെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഞാനിങ്ങനെ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഷൂറാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ തപ്പി നടക്കുക. അത് ആ ഒരു സ്പേസിന് പറ്റുന്ന രീതിയിൽ വേണം. അങ്ങനെയാവുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് ഭംഗിയുള്ള ഷൂറാക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ആക്കണ ഒരു ഷൂ മാത്രം നമുക്ക് നമ്മുടെ ആ ഷൂറാക്കിൽ, ഇപ്പം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷൂറാക്കിൽ വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂറാക്കിൽ വെക്കുമ്പോൾ കാണുമ്പോൾ വൃത്തികേടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഷൂറാക്കിൽ ഇങ്ങനെ കുറേ നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് നിങ്ങളുടെ ഷൂറാക്കൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഇതുപോലെ നല്ല രീതിക്കൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു പെയർ ഓഫ് ഷൂസ് എന്നുള്ള കണക്കിന് ഒരെണ്ണം മാത്രം വെളിയിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനറ്റിൻ്റെ ഷൂറാക്കിലോട്ടേക്ക് മാറ്റാൻ നോക്കാം. അതിനത്ര റേറ്റ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറേ കിട്ടാറുണ്ട്. പക്ഷെ നമ്മളുടെ ആ ഒരു സ്പേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഗതി വേണമല്ലോ. നമ്മളുടെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് 7:5:1 വേണ്ടല്ലേ, 7-5-1 റൂളാണ് കേട്ടോ. ദെൻ ഷാരി, അതായത് റിഫ്യൂസ് ഡിസ്പോസ് സെപ്പറേറ്റ്. അതായത് 3% ആയിട്ട് തിരിച്ചിരിക്കേണ്ടതാണ്. 70%, 50%, 10%. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ക്യാബിൻസ് ഉണ്ട്, കബോർഡ്സ് ഉണ്ടല്ലോ. ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ളത്, നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കബോർഡ്സ് ഉണ്ടോ. അവരുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന കബോർഡ്സിൽ അവർ 70% മാത്രമാണ് സാധനങ്ങൾ അവർ വെക്കുള്ളൂ. ബാക്കി 30% അവർ സ്പേസ് ഒഴിച്ചിട്ടിരിക്കും. അതേപോലെ തന്നെ 50% വരണത് ഈ ഓപ്പൺ ആയിട്ടുള്ള കബോർഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എൻ്റെന്ന് വെച്ചാൽ TV സ്റ്റാൻഡില്ലേ, TV സ്റ്റാൻഡ് എന്നെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൻ്റെ താഴെ നമുക്ക് 4 ഇങ്ങനെ രീതിയിൽ കബോർഡ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ക്ലോസ്ഡ് അല്ല. അവിടെ അവർ ചെയ്യണത് 50% മാത്രമാണ് അവർ സാധനങ്ങൾ വെക്കുകയുള്ളൂ. ബാക്കി 50% അവർ ഒഴിച്ചിടും. ഞാനിപ്പോൾ എൻ്റെ കബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല മക്കളെ. അപ്പോൾ ഓക്കെ. അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ടേബിളിൻ്റെ ടോപ്പ്, കൗണ്ടർ ടോപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഡെക്കർ ഒരു സർഫസ് ഉണ്ടാവില്ലേ, നമ്മളുടെ ടേബിൾസ്, എന്താ പറയുക, ഡൈനിങ് ടേബിൾ, വോട്ടെവർ, അങ്ങനത്തെയുള്ള സംഗതികളിലൊക്കെ 10% മാത്രമാണ് അവർ സാധനങ്ങൾ വെക്കുകയുള്ളൂ. ബാക്കി 90% അവർ ഒഴിച്ചിട്ടിരിക്കും. ഈ ഒരു റൂളൊക്കെ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഓഫ് കോഴ്സ് അവരുടെ വീടെന്ന് പറയുന്നത് ഒരു ക്ലട്ടർ ഫ്രീ ആയിട്ടിരിക്കുന്നത്.
പിന്നെ നമ്മുടെ തേർഡ് വൺ വരണത് ഒസൂജി. അതായത് ഞാനൊരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരൊരു റെഗുലർ ഇൻ്റർവെൽസിൽ പിന്നെ ഇയർ എൻഡിലൊക്കെ ഇവരുടെ വീട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ അവർ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കബോർഡ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അലമാരയുടെ മേലേക്ക് അവരങ്ങനെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യും. അപ്പോൾ അവർ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളും അവർ വെളിയിലോട്ടേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അവർ കബോർഡായാലും അലമാരയുടെ മേലെ, നമ്മളും അങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇവർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പലപ്പോഴും ഈ ഇയർ എൻഡ് അല്ലെങ്കിൽ മന്ത് എൻഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ നമ്മൾ അലമാരയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം ഒരുപാട് നാളായിട്ട് നമ്മളത് യൂസ് ആക്കിയിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ അവർ യൂസ് ആക്കാത്ത എന്തെങ്കിലും ഒരു സംഗതി അവരുടെ കയ്യിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരത് കളയും, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർ അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളും, പക്ഷെ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ ഇച്ചിരി പിറകോട്ടാണ്. കാരണം ഞാനും ഇതുപോലെ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ക്ലീൻ ചെയ്യും. പക്ഷേ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ മേ ബി കുറേ നാളായിട്ടുണ്ടായിരിക്കും ഞാനത് യൂസ് ആക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല, തിരിച്ച് പിന്നെ ഞാൻ കബോർഡിൽ തന്നെ ആക്കും. ഇത് മലയാളികൾക്കുടെ ഒരു സ്വഭാവ സവിശേഷതയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫോർത്ത് റൂൾ എന്ന് പറഞ്ഞാൽ 1 in 1 out റൂളാണ്. അതായത് നമ്മൾ ഒരു സാധനം നമ്മുടെ വീട്ടിലോട്ടേക്ക് നമ്മൾ വാങ്ങിക്കുമ്പം സിമിലർ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ വെളിയിലോട്ടേക്ക് കളഞ്ഞിരിക്കും. അവരിങ്ങനത്തെ ഒരു റൂള് വെക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താ വെച്ചാൽ, സിമിലർ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടെ എല്ലാവരുടെയും പല അടുക്കളകളിലും പല വർണ്ണത്തിലും ഭാവത്തിലുള്ള സെയിം പുട്ടൂറ്റുകൾ ഉണ്ടായിരിക്കും. പല വർണ്ണത്തിലും ഭാവത്തിലുള്ള കുറേ പാൻസ് ഉണ്ട്, ചട്ടികളുണ്ട്. അതേപോലെ തന്നെ മറ്റേ ചായപാത്രങ്ങൾ വരെ പല വർണ്ണത്തിലും ഭാവത്തിലുള്ളതുണ്ട്. അതായത് ഈ ചായപാത്രത്തിൻ്റെയൊക്കെ മെയിൻ ഒരു ലക്ഷ്യം എന്താ, നമുക്ക് ചായ ഇട്ട് കുടിക്കുക. അത് സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ചായപാത്രം മതി എന്നാണ് എൻ്റെ ഒരു ഇത്. ഒരുപാട് വീട്ടിൽ അത്രയേ ഉള്ളൂ, പക്ഷെ കുറേ ചായപാത്രമുള്ള പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പല കളറായിരിക്കും, പല ഷേപ്പായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ റൂൾ എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഒരു ചായപാത്രം മേടിക്കുകയാണ്. അവർ ചായപാത്രം വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഓൾറെഡി ചായപാത്രം എന്തെങ്കിലും ഒരു ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ ആ പുതിയ ചായപാത്രം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പഴയ ചായപാത്രത്തിന് വീട്ടിൽ നിന്ന് അവർ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങി കൂട്ടത്തുമില്ല, നമ്മുടെ വീട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലൊരു ചായപാത്രം ഉണ്ട്, വേറൊരു ചായപാത്രവും കൂടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസിൽ പിന്നെയും സ്പേസ് കുറയുകയാണ്. ആ 2 ചായപാത്രത്തിനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണ്ടേ. പിന്നെ വലിയ വിജലിപ്പിച്ച വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളുടെ പോലത്തേക്കുള്ളൊരു സ്റ്റുഡിയോ കുട്ടി അപ്പാർട്ട്മെൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചായപാത്രം വെക്കാൻ തന്നെ സത്യം പറഞ്ഞ സ്ഥലമില്ല. 5th വൺ വലിയ സംഭവമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള എവറിത്തിങ് മസ്റ്റ് ഹാവ് എ ഹോം. അതായത് നമ്മളൊരു സാധനം നമ്മുടെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് സ്പേസ് ഉണ്ടോ, എവിടെയാണ് അത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു പുതിയ സാധനം നമ്മുടെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ പാവം അനാഥപ്രേതം പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചിലപ്പോഴേക്ക് നമ്മൾ വല്ല ഡെക്കർ ഐറ്റംസൊക്കെ ഏതെങ്കിലും കടയിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെട്ടത് ഓക്കെ, പക്ഷെ ആ സാധനം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. ഓക്കെ, ആ സാധനം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന സ്ഥലത്ത് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പം ഇതുപോലെ നമ്മുടെ വീടിന് കുറച്ച് ശ്വാസമൊക്കെ കിട്ടണം, ക്ലട്ടർ ഫ്രീ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഈ 5 റൂളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഇത് മേത്തി ചപ്പാത്തിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തത്, സൂപ്പറാണ്. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.